സ്വന്തം രാജ്യം കൺമുന്നിൽ തകർന്നു. സഹായിക്കാൻ വന്ന അമേരിക്ക പോലും വിരണ്ടോടി. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഇസ്രയേൽ ജനതയും കൂടി രംഗത്ത് വന്നപ്പോൾ നെതന്യാഹുവിന്റെ മരണമണി മുഴങ്ങിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതും പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. ഇനിയാകട്ടെ ഇറാന്റെ ആക്രമണത്തിൽ ജൂതരാജ്യത്തിനുണ്ടായ കനത്ത നാശനഷ്ടം ജനവികാരം നെതന്യാഹുവിന് എതിരാവാൻ പ്രധാന കാരണമായി എന്ന് വേണം പറയാൻ. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയായി ബെഞ്ചമിന്റെ ഇസ്രയേലിലെ ജീവിതം. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ 40,000-ത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നതാണ് അവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ രോഷം കൊള്ളിക്കുന്നത്. ഇത് ലോകത്തെ മൊത്തം ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ഗസയെ പഞ്ഞിക്കിട്ട് ഇസ്രയേൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഒരു നാൾ തങ്ങളും ഈ സ്ഥിതിയിൽ ആകുമെന്ന്. ഇനിയാകട്ടെ സഹായിക്കാൻ വന്ന അമേരിക്ക ജീവനം കൊണ്ടോടുകയും ചെയ്തു. ഉത്തര കൊറിയയും ചൈനയും റഷ്യയും കൂടി ഇറാന്റെ കൂടെ നിന്നപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് തന്നെ അമേരിക്കയെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിനെ ആക്രമിക്കാനെത്തിയ ഇറാന്റെ നെഞ്ചത്ത് കയറിയ അമേരിക്കയ്ക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. പക്ഷേ അവിടെ അമേരിക്കയെ സഹായിക്കാൻ ഇസ്രയേൽ ഇല്ലായിരുന്നു. ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തലിന് ഇറാൻ സമ്മതിച്ചെങ്കിലും അമേരിക്ക കണ്ണിലെ കരടായി നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതായിരുന്നു ഇറാന്റെ നിലപാട്. ഇറാനെ സംബന്ധിച്ച് അനവധി വർഷം യുദ്ധം നടത്തിയും കൊടുതികൾ ഏറ്റുവാങ്ങിയും തിരിച്ചടിച്ചും എല്ലാം പരിചയമുള്ളതിനാൽ തന്നെ ഇപ്പോൾ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇറാന് ഒട്ടും ഭയമില്ല. അവസാന നിമിഷം വരെ ശത്രുവിനെതിരെ പോരാടുക എന്നത് പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാനികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ജനത അമേരിക്കയ്ക്ക് ബോംബാക്രമണം നടത്തിയിട്ട് പോലും പതറാതിരുന്നത്. ഇനി തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതും പേർഷ്യൻ പോരാട്ട വീര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ സമവായത്തിന് രംഗത്തിറങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രതീകാത്മക ആക്രമണം തന്നെയാണ്. ഇതോടെ അമേരിക്ക ഒന്ന് വരണ്ട്. മുൻകൂട്ടി വിവരം നൽകാതെയും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെങ്കിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ നടക്കുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഗസയിലും ലെബനിലും സിറിയയിലും ഇറാനുമായി എല്ലാം ഈ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഒരു വിഭാഗം ഇസ്രയേലുകാർ വിശ്വസിക്കുന്നത്. എന്തൊക്കെ ഇരുന്നാലും തന്നെ ഇറാനെ ഒരിക്കലും തൊടാൻ സാധിക്കില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരെ തീർക്കുക എന്ന ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ചിട്ട് മാത്രമേ ഇറാൻ രംഗത്ത് നിറങ്ങൂ.